ഹായ് ഗൈസ്, കണ്ണൂരോളത്തിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഞാൻ പെട്ടെന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ല, പെട്ടെന്ന് ഞാൻ തീരുമാനിച്ചു ഇന്ന് എന്തായാലും പോകുന്നുണ്ടല്ലോ, അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കരിമ്പ് ഗവേഷണ കേന്ദ്രം, തളാപ്പ്, കണ്ണൂർ തളാപ്പ് തുളിച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവളുടെ വീട്. അതിൻ്റെ അടുത്താണ് ഈ കരിമ്പ് ഗവേഷണ കേന്ദ്രം ഉള്ളത്. അപ്പോൾ കേരളത്തിൽ ഒരേ ഒരു കരിമ്പ് ഗവേഷണ കേന്ദ്രം കൂടി ആയത് കേട്ടോ, നോക്കിക്കോ. പിന്നെ നമ്മൾ നേരെ പോയി തുളിച്ചേരി മാവില നമ്പ്യഞ്ചേരി ക്ഷേത്രം. കഴിഞ്ഞ മാസം ഉത്സവം ഉണ്ടായിരുന്നു, ഉത്സവത്തിനെല്ലാം നമ്മൾ വന്നതാണ്, കഴിഞ്ഞു. പിന്നെ നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞാൽ നാലാമത്തെ വീടാകുമ്പോൾ അവളെ വീടെത്തി. നല്ല വയൽ പ്രദേശത്താണ് വീട്. ഇത് നമ്മളിപ്പോൾ ഏകദേശം അവരെ ഗേറ്റിൻ്റെ പുറത്തെത്തി. ഇതതിൻ്റെ പരിസര പ്രദേശമാണ്, നല്ല പച്ച പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു തോടുണ്ട്, അതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്തെല്ലാം നല്ല പച്ച പുല്ലായിട്ടുള്ളത്. നമ്മളെ വീടെല്ലാം കുന്നിൻ്റെ മേലെയാണ്, അതുകൊണ്ട് ഈ സമയത്തൊന്നും പുല്ലൊന്നും കാണാൻ, ഈ പച്ച കളറൊന്നും കാണാനേ പറ്റില്ല, എല്ലാം ഉണങ്ങിയിട്ടുണ്ടാവുക. പിന്നെ കണ്ട നല്ല വ്യൂ ആയിരുന്നു നോക്കുമ്പോൾ. പിന്നെ അങ്ങനെ നമ്മൾ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് കയറുന്നതാണ്. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറി, ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറി. ചെടിയെല്ലാം കേട്ടോ, ഞാൻ കാണിക്കാം. ഇത് മതിലിൻ്റെ പുറത്തുള്ള കാഴ്ചയാണ്. ഇതിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്, അതുകൊണ്ട് ഞാൻ എടുത്തതാണ് വീഡിയോ. പിന്നെ ഇതാണ് വീട്. വീടിൻ്റെ ഉള്ളൊന്നും ഞാൻ എടുത്തിട്ടില്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ആദ്യമേ, ഞാൻ വീഡിയോ എടുക്കുന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഓളെയും കാണിക്കാൻ ഓൾ വിട്ടിട്ടില്ല, എൻ്റെ അനിയത്തിൻ്റെ വീടാണ്. ഓളെയും കാണിക്കാൻ ഓൾ വിട്ടിട്ടില്ല. അപ്പോൾ ഓൾക്ക് ഇതിലൊന്നും അങ്ങനെ വരാത്തതുകൊണ്ട് മടിയാണ്. അപ്പോൾ മടിയെല്ലാം മാറുമ്പോൾ ഞാനൊരു ദിവസം നേരത്തെ വന്നിട്ട് എല്ലാം കൂടി കാണിക്കുന്നതായിരിക്കും. ഓക്കെ. പുറത്ത് ഇതുപോലെ, വീടിൻ്റെ പുറത്ത് കുറച്ച് ഇതുപോലെയുള്ള കാഴ്ചകളെല്ലാം കാണാനുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇതെല്ലാം ഉൾപ്പെടുത്താം. വീടിൻ്റെ ഉള്ളും പിന്നെ അവളെയെല്ലാം ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഇത് പോത്താന്നേ, കുഞ്ഞി പോത്താന്ന്, വലുതായിട്ടില്ല. ഇത് ഇവർ വളർത്തുന്നതാ, കുറേ എണ്ണം ഉണ്ട്. ഇതെല്ലാം കുഞ്ഞിയാണ്. നമ്മളെ കണ്ടുകൊണ്ട് ഇങ്ങോട്ട് വന്ന് നോക്കുന്നതാ. ഈ മതിലിൻ്റെ അപ്പുറത്തല്ല, നേരെ നിൽക്കാനുള്ള ധൈര്യമില്ല. ഇത് അപ്പുറത്തായതുകൊണ്ടാണ് ധൈര്യത്തിൽ ഇങ്ങനെ എടുക്കുന്നത്. എനക്കല്ലേ പോത്തിന് വടിയുള്ളതുകൊണ്ടാണ് പിന്നെ ഞാൻ മതിൽ കടന്നിട്ട് അങ്ങോട്ട് പോകാത്തത്. ഇത് വീടിൻ്റെ മുന്നിലുള്ള സ്ഥലമാണ്. മുന്നിൽ കുറച്ച് അങ്ങോട്ട് വരെ ഉണ്ട്, അതുകൊണ്ട് പോത്തിനെല്ലാം കെട്ടാൻ നല്ല സൗകര്യമെല്ലാം ഉണ്ട്. ഇത് മതിലിൻ്റെ തൊട്ട അപ്പുറത്തുള്ള തോടാണ്. ഇതിലിങ്ങനെ ഈ വേനൽക്കാലത്തും ഇങ്ങനെ വെള്ളമുണ്ട് ഇവിടെ. മഴക്കാലത്ത് കുറച്ച് വെള്ളം നിറഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. പിന്നെ ഇവിടുന്ന് നോക്കിയാൽ കരിമ്പ് തോട്ടം കാണും. കണ്ട അങ്ങ് കാണുന്നത്, നമ്മളപ്പുറത്തെ ഗേറ്റ് വഴിയാണ് വന്നത്. ഇപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും. കണ്ട. പിന്നെ ഇതെല്ലാം കുറേ വാഴയുണ്ട് ഇവിടെ. നമ്മളെപ്പോഴും വന്നാലും വാഴക്കൊലയെല്ലാം കൊണ്ടുപോക്കുന്നുണ്ട്. പിന്നെ ഇതെന്താ, ഇത് തേങ്ങ ഒരിച്ച ചേരിയെല്ലാം ഇവിടെ ഇട്ടത് ഉണങ്ങാൻ. പിന്നെ ഇതാ കണ്ട, കുറേ വാഴ, കുറേ കവുങ്ങലുണ്ട്. പിന്നെ നമ്മൾ വരുമ്പം കുറച്ച് ലേറ്റായിപ്പോയി, ജോലിക്കെല്ലാം പോയി കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് 6 മണിയെല്ലാം കഴിഞ്ഞു പോയി. അതുകൊണ്ട് കുറച്ച് ഇരുട്ട് വന്നുകൊണ്ട് എനിക്ക് തോന്നുന്നു അത്ര ക്ലിയറായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇനി ഒരു ദിവസം ഞാൻ രാവിലെ നേരത്തെ വന്നിട്ട് എടുക്കും. ഇപ്പം നമ്മൾ ഇന്ന് പിന്നെ വന്നതുകൊണ്ട് എടുത്തതേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ ഇരുട്ടുന്നതിന് മുന്നേ ഒന്ന് എടുത്ത് തീർക്കാമെന്ന് വിചാരിച്ച് ഞാൻ. അപ്പോൾ ഇനി വലിയ പോത്ത് മതിലിൻ്റെ അപ്പുറത്തെ സൈഡിലാണ്, അത് ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാം പോത്തിന് ഇത് പച്ചക്കറിയെല്ലാം ഇട്ട് കൊടുക്കുന്ന കൊട്ടയാണ്, കൊണ്ടുവരുന്ന കൊട്ട. അത് കണ്ട, പോത്തിന് കണ്ട വലുത്. ഇത് വലിയതായ പോത്താണ്, മറ്റേത് കുട്ടികളാണ്. ഇത് കണ്ട, ചളിയെല്ലാം ഉണ്ട് കേട്ടോ, വയലായതുകൊണ്ട്. അപ്പോൾ ഈ ചളിയെല്ലാം പോത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ അകത്ത് ഇങ്ങനെ കിടക്കും. അതിന് ഈ തണുപ്പും ചളിയും ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. അതപ്പോൾ അതിലിങ്ങനെ കിടന്നിട്ട് കാണുന്നില്ല നമ്മൾ പോത്തിനെ, ഇങ്ങനെ ചളിയിലിങ്ങനെ കിടക്കും അത്. ഇതാ വാഴക്കൂമ്പ് കണ്ടോ, ഇങ്ങനെ കുറേ കൊലയെല്ലാം ഉണ്ടാവും. കുറേ വാഴയുള്ളത് കൊണ്ട് എപ്പോഴും വന്നാലും നമുക്ക് പഴമെല്ലാം കിട്ടലുണ്ട്. ചിലപ്പോൾ നമ്മൾ കൊല മുഴുവനും കൊണ്ടുപോക്കുന്നുണ്ട്. എന്താ
ഞാൻ അടുത്ത് പോയി വീഡിയോ എടുക്കാൻ പോയതാണ്. അപ്പോൾ പോത്തൻ്റെ പിന്നാലെ ഓടി. ഞാൻ നേരത്തെ പറഞ്ഞ കേട്ടുന്നു. പിന്നെ എനിക്ക് പേടിയില്ലാത്തത് കൊണ്ട് ഞാൻ ഓടി രക്ഷപ്പെട്ടു ജീവനും കൊണ്ട്. ചക്കയുണ്ട്, കണ്ട ചക്ക. നമ്മളെ വീട്ടിൽ പിലാവില്ല, അപ്പോൾ ഇതിലാണ് ഒരു പ്രതീക്ഷയുള്ളത്. കുറേ ചക്കയുണ്ട്, വലുതായതിനില്ല. ചെറിയ ചെറിയ ചക്കയില്ല, നമ്മൾ ഇടിച്ചക്ക എന്ന് പറയും. ഇടിച്ചക്ക കൊണ്ടുപോയിട്ട് നമ്മൾ ആക്കിയിനി. ഇതിപ്പോൾ ഇനിയിപ്പോൾ വലുതാണോ. പിന്നെ അങ്ങനെ തന്നെ. ആദ്യമൊക്കെ മട്ടന്നൂർ പോയിനി. അതെ, അപ്പു വരുന്നുണ്ട് പോലും. അതെയാ, നല്ല ഇരുട്ട് പോകുന്നു. അത് ചീര കണ്ട. ഇത് നമ്മൾ അന്ന് വന്നപ്പോൾ കൊണ്ടുപോയതാണ്. പിന്നെ ഇവർക്ക് പനിയെല്ലാം വന്നിന്, അതുകൊണ്ടാണ് ഇത് മുറിക്കാണ്ട് ബാക്കിയായത്. നമ്മളെ ശരിയായ ചോപ്പ് തന്നെയല്ലേ അല്ലേ? പക്ഷെ വീഡിയോയില് വെള്ള പോലെ ഉണ്ടല്ലേ, വെള്ളം അടിക്കുന്നു. ഈ കളർ കിട്ടുന്നില്ല. പണ്ടുണ്ടായിരുന്നേ പേടിയും കാണാനില്ലല്ലോ. ചിലപ്പോൾ എല്ലാവരും ഇതിന് തുവരച്ചപ്പ് എന്നായിരിക്കുമല്ലോ പറയുന്നത്. പുല്ല് നിന്നുണ്ടാ പോത്ത്. അവിടെ പറമ്പത്തുള്ള പുല്ലെല്ലാം തിന്നും. പിന്നെ ഇങ്ങനത്തെ ഉണക്കപ്പുല്ല് തിന്നും. പിന്നെ പച്ചക്കറി വേസ്റ്റ് അങ്ങനെയുള്ളതെല്ലാം തിന്നും. പിന്നെ ഇവിടെ കുറച്ച് ചെടികളെല്ലാം ഉണ്ട്, അതെല്ലാം ഞാൻ കാണിക്കാം. നല്ല വെയിലുള്ള നല്ല രസമുള്ള സമയത്ത് എടുക്കണേ. ഇതെല്ലാം ഇങ്ങനെ എടുത്ത് നല്ല ഗാർഡൻ പോലെ. അപ്പം കണ്ട ആ ചോപ്പും ഇങ്ങനെ വാടി, എല്ലാം സന്ധ്യയായിട്ടാ വാടിപ്പോയ പോലെ, ഉറങ്ങിയ പോലെയായി. മഞ്ഞള് വേർതിരിക്കണം പോലും. ഇനി അത് വിത്തിന് എടുത്ത് വെച്ച് എന്നിട്ട് ബാക്കി കഴുകി ഇനിയിപ്പോ ഇത് ഇവിടുത്തെ നായ്ക്കുട്ടിയാണേ. ടോബി എന്ന പേര്, ടോബിക്കുട്ടൻ. നല്ല അനുസരണയുള്ള നല്ല നായ്ക്കുട്ടിയാണ്. അത് അനിയത്തീൻ്റെ രണ്ടാമത്തെ മോനാണ്. മൂത്ത മോൻ കൊച്ചിയിൽ പഠിക്കുന്നതാണ്. അത് അവൾ നേരത്തെ പറഞ്ഞത്, ഇന്ന് വരും എന്ന് പറഞ്ഞില്ലേ. പിന്നെ സൈഡിലെല്ലാം ഇങ്ങനെ കുറേ ചെടി വെച്ചിട്ടുണ്ട്. അയ്യോ, ഇരുടായിപ്പോയി, വെയിലുള്ള സമയമായിരിക്കണേ. കുറേ ചെടിയുണ്ട്. ഇത് മഞ്ഞളാണ് കേട്ടോ. ഇതിവിടെ കൃഷി ചെയ്ത മഞ്ഞളാണ്. ഇത് ഉണക്കാനിട്ടിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചത്. ഫോട്ടോ എടുക്കാൻ ഇഷ്ടം. എല്ലാരും ഇതിന്റെ ഉള്ളിലെല്ലാം പോയി ആരും കാണാനൊന്നും ഇല്ല കേട്ടാ. ലവ് ബേർഡ്സ് ഉണ്ട് കേട്ടോ, അതിൻ്റെ സൗണ്ടാണ് ഇങ്ങനെ കേൾക്കുന്നത്. ഇത് അവിടെ തന്നെ, അത് ടോബീൻ്റെ കൂട് കണ്ട, അത് ടോബീൻ്റെ കൂട്. പിന്നെ ഇത് ലവ് ബേർഡ്സിൻ്റെ കൂട് കണ്ട. ആ ഗ്രില്ലിംഗ് എല്ലാം കൊറേ ഉണ്ട്, പക്ഷെ കാണാൻ ആ ഭാഗത്ത് തന്നെ എല്ലാം ഉണ്ട്. പിന്നെ 2 ഊഞ്ഞാലുണ്ട് കേട്ടോ, അത് ഞാൻ കാണിക്കാം.
അപ്പോൾ ഏകദേശം സന്ധ്യയായി, വിളക്കെല്ലാം കത്തിക്കേണ്ട ടൈമായി. അപ്പോൾ അവൾ അകത്ത് വിളക്ക് കത്തിക്കാൻ പോയിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഒന്ന് അകത്ത് കയറി നോക്കാം. ഞാൻ അകത്ത് ഫുള്ളൊന്നും കാണിക്കുന്നില്ല, ഞാൻ പറഞ്ഞിട്ടില്ല വീഡിയോ എടുക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല. വേറൊരു ദിവസം ഞാൻ വീഡിയോ എടുക്കും പകൽ വന്നാൽ. അപ്പോൾ വിളക്ക് കത്തിച്ച് കേട്ടോ. ഇതാ ഈ ചുരിദാറിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്നതാണ് എൻ്റെ അനിയത്തി. ഓള് പിന്നെ നല്ല ടൈലറും കൂടിയാണ്. ഇത് ഓൾ എനിക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്ത ചുരിദാറാണ്. അവളെ ചുരിദാറും ബ്ലൗസെല്ലാം സ്റ്റിച്ച് ചെയ്യുന്നതാണ്. ഇതാണ് ചുരിദാർ കണ്ടോ. ഇത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഈ ചുരിദാർ ഇടും, അപ്പോൾ കാണിച്ചു തരാം. ഓക്കെ. തിരിയില്ലല്ലോ. പിന്നെ ഇതിപ്പോൾ നമുക്ക് ചായക്ക് തരാൻ വേണ്ടി ഓള് ഉള്ളിവട ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഉള്ളി മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഉള്ളി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉള്ളിയും പച്ചമുളകെല്ലാം റെഡിയായി. നിന്റെ പാത്രം അങ്ങനെ ഇത്ര എനിക്കറിയാം. ഇത് നല്ല പ്രീമിയറിന്ന് മേടിച്ച ചെയ്യാൻ കിട്ടിയാണ്. കച്ചവട പോലെയാണ് ഉദ്ദേശിച്ചത്. വെക്കൂടെയത് പക്ഷെ ഉള്ളിയെല്ലാം വലുതായിപ്പോയി മുറിച്ചതെല്ലാം. പക്ഷേ ഇപ്പോൾ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അവള് ചായ ഉണ്ടാക്കുന്നതാണ്. വെക്ക് എടുക്കുന്നുണ്ട്. അടുക്ക അതിന്റെ പച്ച പൂവായിരിക്കും ആദ്യം. അത് ഉണങ്ങിയിട്ട് ഇങ്ങനെയാണ്. ഇത് പൂവാ? ഒരു ചെടീന്റെ പൂവാണിത്. പച്ച കളറിലാണ് ഉണ്ടാവുക. ഉണങ്ങിയാൽ ഇങ്ങനെയാവും. പക്ഷെ ഫ്ലവർ പോട്ടിൽ വെച്ചാൽ കുറേ നാൾ ഇങ്ങനെ നിൽക്കും. നമ്മൾ തൊടാണ്ട് വെച്ചാൽ അപ്പോൾ രാത്രിയായി, നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.